ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 12. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുധ്യ ച മൂർധന്യാധായാത്മനഃ പ്രാണ മാസ്ഥിതോ യോഗധാരണാം. വിവർത്തനം. ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥ കടയ്ക്കുകയാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. ഭാവാർത്ഥം. ഇവിടെ പറഞ്ഞതുപോലുള്ള യോഗാനുഷ്ഠാനത്തിന് ആദ്യമായി വേണ്ടത് സർവേന്ദ്രിയങ്ങളുടെയും കവാടങ്ങൾ അടയ്ക്കുകയാണ്. ഇതിനെ പ്രത്യാഹാരം അഥവാ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കൽ എന്ന് പറയുന്നു. അറിവ് സമ്പാദിക്കുന്ന ഇന്ദ്രിയങ്ങളെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയെ സ്വാനുഭവങ്ങളിൽ ഏർപ്പെടാൻ അനുവദിക്കാതെ പൂർണ്ണമായും നിയന്ത്രിക്കണം. ഇങ്ങനെ ചെയ്താൽ മനസ്സ് ഹൃദയസ്ഥനായ പരമാത്മാവിൽ ഉറയ്ക്കും. പ്രാണശക്തി മൂർധാവിലേക്ക് ഉയരുകയും ചെയ്യും. 6-ാം അധ്യായത്തിൽ ഈ പ്രക്രിയ വിശദമായി വിവരിച്ചിട്ടുണ്ട്. എന്നാൽ മുമ്പ് പ്രസ്താവിച്ചതുപോലെ ഈ പരിശീലനം ഈ യുഗത്തിൽ പ്രായോഗികമല്ല. കൃഷ്ണാവബോധമാണ് ഇക്കാലത്തെ അത്യുത്തമമായ പ്രക്രിയ. ഭക്തിപരമായ സേവനത്തിൽ മുഴുകി എപ്പോഴും കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കാൻ സാധിച്ചാൽ ആ മനുഷ്യന് ഇളക്കമറ്റ അതീന്ദ്രിയ സമാധി അനായാസേന ലഭ്യമായി തീരും. ശ്ലോകം 13. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതിത്യജൻ ദേഹം സ യാതി പരമാം ഗതിം. വിവർത്തനം. ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗം ഉച്ചരിച്ചുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മിക ലോകങ്ങളിലെത്തും, സംശയമില്ല. ഭാവാർത്ഥം. ഓംകാരവും ബ്രഹ്മവും ഭഗവാൻ കൃഷ്ണനും വിഭിന്നങ്ങളല്ലെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. കൃഷ്ണന്റെ അവ്യക്തഗത ശബ്ദമത്രേ ഓംകാരം. ഹരേ കൃഷ്ണ മന്ത്രത്തിൽ ഓംകാരം അന്തർലീനമാണ്. ഈ യുഗത്തിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടതാണ് ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണം. ജീവിതാന്ത്യത്തിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉരുവിട്ട് മരിക്കുന്നയാൾ തീർച്ചയായും ആധ്യാത്മിക ലോകങ്ങളിലൊന്നിൽ എത്തിച്ചേരും. തൻ്റെ പരിശീലന രീതിക്ക് അനുയോജ്യമായിരിക്കും അയാൾ പ്രാപിക്കുന്ന സ്ഥാനം. കൃഷ്ണഭക്തന്മാർ കൃഷ്ണന്റെ വാസസ്ഥലമായ ഗോലോക വൃന്ദാവനത്തിലാണ് ചെന്നെത്തുക. ആധ്യാത്മിക അന്തരീക്ഷത്തിൽ സഗുണോപാസകർക്ക് വൈകുണ്ഠ ഗ്രഹങ്ങളെന്നറിയപ്പെടുന്ന എണ്ണമറ്റ ലോകങ്ങളുണ്ട്. അവ്യക്തഗതവാദികളുടെ വാസസ്ഥലം ബ്രഹ്മജ്യോതിസത്രേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.